വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ മലബാറിലെ +1 സീറ്റിനെ ചൊല്ലി പ്രതിഷേധം. MSF സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്നും സമരക്കാർക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സീറ്റ് വർധന ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യോഗം വിളിച്ചത്. തൊഴിലാളി, യുവജന, വിദ്യാർത്ഥി, മഹിളാ പ്രസ്ഥാന പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗം തുടങ്ങിയ ഉടനെ മലബാറിലെ +1 സീറ്റ് വിഷയത്തിൽ പ്രതിഷേധവുമായി MSF സംസ്ഥാന സെക്രട്ടറി നൌഫൽ എഴുന്നേറ്റു. യോഗം തുടങ്ങിയതും കയ്യിൽ കരുതി ടീഷർട്ട് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. 45,530 സീറ്റ് മലബാറിന്റെ അവകാശമാണ്. മലബാർ കേരളത്തിലാണ് എന്ന് ടീഷർട്ടിൽ എഴുതിയിരുന്നു. തുടർന്ന് നൌഫലിനെ യോഗത്തിൽ നിന്നും പുറത്താക്കി. യോഗ ഹാളിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നൌഫലിനെ കന്റോൺമെന്റ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. എല്ലാ വർഷവും ഉണ്ടാകുന്ന സമരം വീണ്ടും ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ഇതിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനത്തിനുള്ള അവസരമൊരുക്കും. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. SSLC പാസ്സായ +1 ചേരുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള, താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കും ഗവൺമെൻറ്. +1 സീറ്റ് ഉറപ്പ് വരുത്തുന്ന ഒരു ഗവൺമെൻറ് പറഞ്ഞാൽ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഒരു പ്രതിഷേധം വെച്ചാൽ അത് മനസ്സിലാക്കാം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും സീറ്റ് കൂട്ടുന്നത് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും സീറ്റ് കൂട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? അധ്യാപകൻ പഠിപ്പിക്കാൻ കഴിയുമോ? കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടുമോ? പഠിക്കാൻ കഴിയുമോ? അപ്പോൾ ഫലത്തിൽ ഈ കുട്ടികളുടെ പഠനം മുടക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പ്രവേശനം തുടങ്ങിയ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ സീറ്റുകൾ മലബാർ മേഖലയിൽ അനുവദിക്കാമെന്നാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം.